ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മീനച്ചാറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീനച്ചാറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ കേരയാണ്. ഒരു 1.5 കിലോ കേര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി, അതേപോലെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ഒരു ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ഒരു ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യുന്നത് ഒരു 1 അവർ മിനിമം മാരിനേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മിനിമം എന്തായാലും ഒരു 1 അവർ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. സോ നമുക്കിത് നന്നായിട്ട് കഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണൊന്നും ഇട്ട് മിക്സ് ചെയ്താൽ കറക്റ്റായിട്ട് ആവത്തില്ല. സോ കഴിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തൊരു 1 അവർ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സോ 1 അവർ കഴിഞ്ഞു. നമുക്കിനി ഈ ഫിഷെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് നല്ലെണ്ണയാണ്, അതായത് സെസമി ഓയിൽ. നല്ലെണ്ണയിൽ വേണം നമുക്ക് ഫിഷെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനും. അതേപോലെ ഈ അച്ചാറ് മുഴുവനായിട്ട് നമുക്ക് ഇടാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മീനച്ചാറും ബീഫ് അച്ചാറും ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്. സാധാരണ എല്ലാവരും പറയാം അത് ഇടാനൊക്കെ പാടാണ്, ഇതൊക്കെ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്, ചീത്തയായി പോകും എന്നൊക്കെ പറയും. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പം നമുക്ക് തന്നെ സാധാരണ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ മീനച്ചാറും ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൽ മെയിനായിട്ടൊരു സംഭവമാണ് ഇതിൽ ഓയിൽ. സാധാരണ ആൾക്കാർ ചിലർ സൺഫ്ലവർ ഓയിലും അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതല്ല, നമുക്ക് സെസമി ഓയിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്തിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കേടാവാനും അതിനൊരു ഓയിലിൻ്റെ ഒരു സ്മെല്ല് വരാനും ഒക്കെ ഈ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള സാധ്യതയുണ്ട്. സോ മസ്റ്റായിട്ടും നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് തന്നെ അച്ചാറിടുക. സോ നമ്മളിവിടെ നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഈ ഓയിൽ തന്നെയാണ്. ബാക്കിയുള്ള നമ്മുടെ അച്ചാറിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് ഈ ഓയിലാണ്. അതേപോലെ ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി, കൊളസ്ട്രോളാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ചാറിന് ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ കേടായിപ്പോവും. അതിനും സാധ്യതയുണ്ട്. ഒത്തിരി നാളത്തേക്ക് ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ അത് കേടാകും. കാരണം അച്ചാർ, ബീഫ് അച്ചാർ, മീനച്ചാറൊക്കെ വരുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ ഓയിൽ അതിന് ആവശ്യമുണ്ട്. സോ അത് അങ്ങനെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ നമ്മൾ മീനെല്ലാം ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കേട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ആ ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 8-10 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 കപ്പ് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ടത്. ഇഞ്ചിയും 1 കപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ ചില്ലീസ് ഒരു 1/2 കപ്പ്, അതായത് ഒരു 7-8 പച്ചമുളക് എരിവിന് ആവശ്യത്തിന് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത്, എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കറിവേപ്പില നമുക്ക് എത്ര ഉണ്ടോ അത്രയും, ഒരു പിടി കറിവേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. അത്ര ഇടാണെന്നുണ്ടെങ്കിൽ അത്ര ഇടുക. എത്രത്തോളം ഇടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ നമ്മൾ ഈ ഇട്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നിടം വരെ ഈ നന്നായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് കായപ്പൊടിയാണ് ആവശ്യം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, വളരെ ഇനിയിപ്പോൾ പെട്ടെന്നാണ് നമുക്ക് പ്രോസസ്സ് എല്ലാം കഴിയുന്നത്. സോ ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു സിമ്പിൾ ഇട്ടിട്ട് ചെയ്യണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു, കാരണം ഇത്ര ഓയിലുണ്ട്. ഇപ്പോൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പം മുളക് പൊടി ഇട്ടതിന് ശേഷം കായപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ല, കാരണം ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ ഇടുന്നത് ടേർമറിക് പൗഡറാണ്. ടേർമറിക് പൗഡറും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന്, കാരണം നമ്മൾ മീൻ വറക്കാനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണല്ലോ, സോ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് വിനെഗർ ഒരു കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പുളിപ്പിനും അതേപോലെ തന്നെ നമ്മളുടെ അച്ചാർ കേടാവാതിരിക്കാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് വിനെഗർ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ വിനെഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത്, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
സോ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒന്ന് വഴണ്ട് വന്ന ഒരു എല്ലാ നമ്മുടെ ഗ്രേവിയായിട്ട് നമ്മുടെ ഫിഷ് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അച്ചാർ റെഡിയായി. വളരെ സിമ്പിളാണ് കണ്ടോ. ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ മീനച്ചാറും ബീഫ് അച്ചാറും ഒക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആഡ് ചെയ്യുന്ന വിനെഗറിൻ്റെ അളവും കുറയാൻ പാടില്ല കേട്ടോ, അതും കറക്റ്റായിട്ട് വേണം. കാരണം അതിൻ്റെ അളവും കുറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഈ അച്ചാറുണ്ടാക്കുക എന്ന് പറയുന്നത് കുറേ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ്. അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ ഇത് കേടായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചൊരു നോൺ വെജിൻ്റെ അച്ചാറാണ്, നമ്മൾ മാങ്ങയും നാരങ്ങയൊക്കെ ഇടുന്ന പോലെയല്ല. ഇത് പെട്ടെന്ന് തന്നെ കേടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഓയിലിൻ്റെ കാര്യം, അതേപോലെ വിനെഗറിൻ്റെ കാര്യം, അതേപോലെ ഈ ഇഞ്ചി വെളുത്തുള്ളി അതിലൊക്കെ വെള്ളം നന്നായിട്ട് വറ്റണം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അത് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ട് ഒന്ന് തിളച്ചൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ബോട്ടിലോ കണ്ടെയ്നേഴ്സിൽ എടുത്ത് വെക്കാവുള്ളൂ. കാരണം നന്നായിട്ട് ആറി ചൂടെല്ലാം മാറി നല്ല തണുത്തതിന് ശേഷം മാത്രം എടുത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാവുന്നുള്ളൂ, കേടൊന്നും ആകത്തില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.